അപ്പൊ കുറെ നാളായിട്ടില്ലേ നമ്മള് 2-3 വീഡിയോ ഞാൻ ഈ വ്ളോഗ് അതായത് എൻ്റെ ഈ ചാനലില് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒന്നെന്തോ അങ്ങനെ 2 ട്യൂട്ടോറിയൽ മോഡലാണ് സെൻഡ് ഇട്ടിട്ടുള്ളത്. ഒന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അത് കുറേ അടിപൊളി കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ഈ വ്ളോഗൊക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇത് നമ്മളെ ഫ്രണ്ടിന് തന്നെ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ചടപട തലേന്ന് പിടിച്ചിട്ടാണ് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്നാണ് പരിപാടി, ഇന്ന് കൊടുത്താൽ മതി നമുക്ക്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തത്, നമ്മൾ എന്തൊക്കെ വാങ്ങി, എന്തായിരുന്നു ഇതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം കണ്ടിട്ട് വരി. എന്നിട്ട് ആണ് അതിൻ്റെ ഔട്ട്ലുക്കൊക്കെ കാണിച്ചു തരട്ടോ. കുറച്ച് ഔട്ട്ലുക്കൊക്കെ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. അന്നും എന്നാലും ആദ്യം തന്നെ എങ്ങനെ വേണം ഹാമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ കൺഫ്യൂഷനോട് കൂടി നമ്മൾ ഒരു പേസ്റ്റൽ ഷെയ്ഡ് പിടിച്ചിട്ടോ. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ആളൊരു വീഡിയോ അയച്ചു തന്നിട്ട് ഏകദേശം അതുപോലെ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡിനെ സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ജ്വല്ലറി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജ്വല്ലറി നമ്മൾ ഫാൻസി നോക്കി, പക്ഷേ ബ്രൈഡിന് ഇഷ്ടമായില്ല. ബ്രൈഡ് നമ്മളെ കസിനാണ്, എന്നാൽ എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്, അതായത് ഗ്രൂമായിട്ട് വരുന്നത്. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മള് ബ്രൈഡിനോട്, നമ്മൾ കസിനാണല്ലോ, അപ്പൊ ബ്രൈഡിനോട് തന്നെ നമ്മള് ജ്വല്ലറി സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആൾക്ക് ഇഷ്ടമായില്ല. അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു ഓപ്ഷൻ എടുത്തില്ല, ചൂസ് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ അത് റിട്ടേൺ കൊടുക്കട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ജ്വല്ലറിന്റെ ആ ഒരു സെറ്റ്. ആൾക്ക് ബ്രൈഡിന് നമ്മൾ ജ്വല്ലറി ഒന്നും എടുത്തിട്ടില്ലെങ്കിലും ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി. കാരണം പരിപാടി നമുക്കുണ്ടല്ലോ. അപ്പൊ അതൊക്കെ വാങ്ങി. എനിക്കൊരു കമ്മലും അതേപോലെ മാലയൊക്കെ വാങ്ങിണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ പറഞ്ഞ ചോക്ലേറ്റ്സ് ആണ്. ഓരോ ചോക്ലേറ്റ്സും എന്തൊക്കെ വേണമെന്നുള്ള കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആളുടെ ബഡ്ജറ്റും കൂടി നോക്കിയിട്ട് ആ ഒരു സെറ്റപ്പിലാണ് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഗാലക്സി, ട്വിക്സ്, അങ്ങനെ ഗാലക്സി എടുത്തിട്ടില്ല, നമ്മൾ ട്വിക്സ്, ഫെറോ റോച്ചർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ബോക്സ് ഒക്കെ കസ്റ്റമൈസേഷൻ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെയ്യാനുള്ളവർക്ക് കറക്റ്റ് സൈസും കാര്യങ്ങളും ബോക്സ് പറഞ്ഞു കൊടുക്കണം. അവരുടെ ബാഗ്, ചപ്പല്, അതേപോലെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങൾ, ഫോണൊക്കെ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് സെന്റിമീറ്റർ എടുത്തിട്ട് ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അളവെടുക്കുകയാണ് കേട്ടോ. ഇയാളും ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ തന്നെ, ഓരോന്നും സെറ്റ് ചെയ്യാനും കാര്യങ്ങളും മടക്കി തരാനൊക്കെ. അപ്പൊ അങ്ങനെ അതൊക്കെ മടക്കി വെച്ച് ഓരോന്നായിട്ട് ഞങ്ങൾ അളവെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചിട്ടുള്ള ഈ ഒരു ബാഗും ചപ്പലും കൂടി ഒരു ഹാമ്പറായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഡ്രസ്സ് വേറെ, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാം, ഫോണ് ഒറ്റക്ക്, അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് ഒറ്റക്ക്, മേക്കപ്പ് ഐറ്റംസ് വേറെ. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ രാത്രി തന്നെ നമ്മൾ ബോക്സ് ഒക്കെ സെറ്റായി. ബോക്സ് നമ്മൾ അങ്ങനെ എല്ലാം കളക്ട് ചെയ്തു. ടോട്ടൽ 8-6 ബോക്സ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, കറക്റ്റ് ഓർമ്മല്ല കേട്ടോ. അങ്ങനെ നമ്മള് സേഫ് ആയിട്ട് നമ്മളെ കാറിലൊക്കെ സെറ്റ് ആക്കി വീട്ടിലെത്തി. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി വെച്ചാൽ മഹർ ബോക്സ് സെറ്റ് ചെയ്യാണ്ട് ഇസ്ലാമിക് ഹാമ്പറും സെറ്റ് ചെയ്യാണ്ട്, പിന്നെ സാധാ ചോക്ലേറ്റ് ഉണ്ടാവുമല്ലോ നോർമലി കൊടുക്കാൻ, അത് ഈ ഒരു ട്രോളിയിൽ സെറ്റ് ചെയ്യാന്നായിട്ട് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ അന്ന് രാത്രി തന്നെ നമ്മൾ പിറ്റേ ദിവസം കേട്ടോ പരിപാടി, ഇന്ന് രാത്രി തന്നെ നമ്മൾ ഒരു ബൊക്കെ, ഫ്രഷ് ഫ്ലവർ ബൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ കൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റ് ചെയ്യിപ്പിച്ചു. നെറ്റ് അവർ കവർ ചെയ്ത് തന്നിട്ടില്ല, അവര് ജിപ്സനും ഒക്കെ വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആക്കി തന്നു. അപ്പൊ കാണുമ്പോൾ വിചാരിക്കും ഇത്ര വലിയ പണി. ഇതാണ് എൻ്റെ വീടിന്റെ അവസ്ഥ. റൂം ഇത്രയും പരിതാപകരമാണ്. ഇനി സിറ്റ് ഔട്ടിൽ പോയാൽ ഇതിലും അപ്പുറം പരിതാപകരം. നമ്മളൊരു വർക്ക് ഇതുപോലെ കുറച്ച് നല്ല വർക്ക് കിട്ടിയാൽ ഇതായിരിക്കും വീടിന്റെ അവസ്ഥ. ഇതൊക്കെ നന്നാക്കണം നാലിക്കുമ്പോൾ അതിലേറെ തലപ്പിരാന്തായിരിക്കും. എൻഗേജ്മെന്റ് വർക്ക് മാത്രമല്ല കേട്ടോ, ഈ എൻഗേജ്മെന്റിന് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപുള്ള വർക്ക് ആൾക്ക് കൊടുക്കാനുള്ളതൊക്കെ, ആൾക്കാർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഇതിന്റെ ഒപ്പം തന്നെ ചെയ്ത് തീർക്കും കൂടിയും വേണം. ഇതിവിടെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പ്രോഗ്രാമിന് പോകണമെങ്കിൽ. അങ്ങനെ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടുവന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് പണിയെടുക്കല്. അല്ലെങ്കിൽ നമുക്ക് പിരാന്താവും ഒറ്റക്കാട്ട വീട്ടില്. കാരണം എല്ലാവരും പ്രോഗ്രാമിന് പോയിക്കാണ്. കാരണം ഫ്രണ്ടിന്റെ കല്യാണമാണ്, കസിന്റെ കല്യാണമാണ്, വീട്ടിൽ എല്ലാവരും പോയിക്കണം. ഞാൻ ഇവിടെ ഇപ്പോഴും പണിയെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മള് ചോക്ലേറ്റ്സ് ഓരോന്നായിട്ട് സെറ്റ് ചെയ്തു, ഡബിൾ സ്റ്റിക്കറൊക്കെ വെച്ച് എല്ലാ ഗ്ലൂ ഗണ്ണും ഫ്ലവേഴ്സും ഒക്കെ വെച്ച് ഒക്കെ ഡബിൾ സെറ്റ് ആക്കി വെച്ചു. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടോ, ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടായിരുന്നു, കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആളെ ഫ്രണ്ടിന്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അടുത്ത് നിൽക്കണ്ട, കുറച്ചു നേരം ഫ്രണ്ടിന്റെ കല്യാണം ആയതുകൊണ്ട് ഫ്രണ്ടിന്റെ അടുത്ത് കുറച്ച് പരിപാടികൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആളടുത്ത് പോയിക്കോളി, എന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ വന്നാൽ മതി എന്ന് ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ എന്റെ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടാകുമ്പോൾ തലേന്നേ പോകലുണ്ട്. അപ്പൊ അറിയാലോ നമ്മളെ ഫ്രണ്ടിന്റെ കല്യാണം ആകുമ്പോൾ നമുക്ക് അതൊരാളല്ലോ. അങ്ങനെ പിന്നെ ആള് വന്ന് ആള് കോർണേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ഒക്കെ ഓരോ പഞ്ചെന്നും എടുത്ത് തരും. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഗ്ലൂ ഗണ്ണ് ഇടാനേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് കുറെ എക്സൈറ്റഡ് ആയിട്ട് ചെയ്തൊരു മഹർ ബോക്സ് ആണ്. നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടാണ് ഡിസൈൻ ഒക്കെ. മഹർ ജ്വല്ലറി ബോക്സ് ആട്ടോ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മാലയും അതുപോലെ ഒരു ബ്രേസ്ലെറ്റും ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു 1:30-2 മണിയായപ്പോൾ കിടന്നു. കാരണം നമുക്ക് നാളെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാണ്ടാണ്. അതിന്റെ ക്ഷീണം ഉണ്ടായ ഒന്നും നടക്കൂല. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ബാക്കി ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഒക്കെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്ത് നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് വണ്ടിയിലേക്ക് ലോഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഔട്ട്ലുക്ക്. ഒത്തിരി പേടിയോട് കൂടിയാണ് നമ്മൾ പോണത്. ഈ റോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഒരാളും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഹാമ്പർ
മെമ്പേഴ്സൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്, വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ. ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വരെ പോവാണ്. അങ്ങനെ നമ്മൾ ഫൈനലി അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടി, കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ജ്വല്ലറി ബോക്സാണ് കൂടുതൽ കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കളേഴ്സും അതിൻ്റെ ഔട്ട്ലുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഹാമ്പറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ പ്രോസസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് ഫൈനൽ ലുക്ക് ഞാൻ വിചാരിച്ചില്ല, വേറെ ഉഷാറായിട്ട് വന്നു. ആൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇന്ന് തന്നെ വേറൊരു ഡെലിവറി ചെയ്യാണ്ട് ഒരു ഇതാണ്, എന്താ ട്രോളിയാണ്. ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ദിസ് ഈസ് മൈ സിസ്റ്റർ ജന്ന. ജസി റെസിൻസ് ആണ് കേട്ടോ ആള് പേജ്. ജസി ആർട്ട്, ഞാനും ജസി റെസിൻസ്. ആള് റെസിൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലത്തെ എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാമിൽ ജസി ആർട്ടും കോൺടാക്ട് നമ്പർ ഞാൻ അടിയിലും കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും, ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, കുറച്ച് പ്രീമിയം ആയിട്ടും കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ മഹർ ബോക്സ് നമ്മൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഐറ്റമാണ്. അത് ഫാസ്റ്റ് മൂവിങ് ഐറ്റം കൂടിയാണ്. അത് നമ്മളെ ഫ്രണ്ടിനൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ളത് നമ്മളെ ഗിഫ്റ്റഡ്. അത് ഞാൻ കാണിച്ചു തരാൻ മറന്നു. ഈ ഒരു ഇത് അവർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുത്തതാട്ടോ. അവരെ പേര് കളിച്ച ഒരു നിക്കാഹ് ബുക്ക്ലെറ്റാണ്. ഇതിന്റെ ഒപ്പം നമ്മളൊരു അക്കൗണ്ടുമാർ തുടങ്ങിയിട്ടുണ്ട്, ജസി ത്രെഡ്സ്. അപ്പോൾ നമ്മളെ ഡ്രസ്സിന്റെ പേജ് ഉണ്ട്, ജസി ത്രെഡ്സ്. അപ്പോൾ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ വ്ളോഗ് ഇനിയും കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ബൈ ഗൈസ്.